ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള 3 ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു പിസ്സ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പിസ്സ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് റീലിൽ കണ്ടിട്ട് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. പിന്നെ ഒരു കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു സമോസൻ്റെ ഫില്ലിംഗ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 റെസിപ്പീസും എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ പിസ്സയ്ക്കുള്ള ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് നമുക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും പിസ്സയ്ക്കുള്ള ഡോ എടുക്കുമ്പോൾ ഇതുപോലെ മൈദയൊക്കെ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. പിസ്സേൻ്റെ ഡോക്ക് റെഡി ആയിട്ട് കിട്ടും. പക്ഷേ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിസ്സേൻ്റെ ഡോക്ക്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പിസ്സേൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 1/3 കപ്പോളം ചെറു ചൂടുള്ള പാലെടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫ്ലോർ മിക്സിലോട്ട് ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം അതും കൂടെ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 കപ്പിലോട്ട് 1 കപ്പ് വെള്ളമാണ് എടുക്കാറ്. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടാറ്. അപ്പം നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ആ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് എനിക്ക് 1 കപ്പും ആ ഒരു 1/3 കപ്പ് മിൽക്കുമാണ് കറക്റ്റ് അളവിൽ കിട്ടാറ്. പിന്നെ പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തന്നെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം കുഴച്ചെടുക്കുക കേട്ടോ. ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇത് നല്ലപോലെ പൊങ്ങി വരും. ചൂടില്ലാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവനിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കാവുന്നതാണ്, ഒരു ചെറിയ ചൂടിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ 2 ബൗളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 2 ട്രേയിൽ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് 2 ബൗളാക്കി എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇത് കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് നമുക്ക് ഒന്ന് പൊങ്ങാൻ മാറ്റി വെക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് എത്രത്തോളം മാറ്റി വെക്കുന്നോ അത്രയും നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ഏത് ട്രേയിലാണോ തയ്യാറാക്കി എടുക്കുന്നത് ആ ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ട്രേകളിലായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡോ എടുത്തിട്ട് നല്ലപോലെ കൈവച്ച് ഒന്ന് പരത്തിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോ ആണ് തയ്യാറാക്കി എടുത്തതെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് സമയം വേണമെങ്കിൽ ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടി എൻലാർജ് ചെയ്ത് വരും കേട്ടോ. ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അടച്ച് വെക്കാനായിട്ട് പ്രത്യേകം മറക്കാതിരിക്കുക. ഒന്നുകിൽ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചോ ഇത് എപ്പോഴും അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം നമുക്ക് സൈഡ് ഭാഗം ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോർക്ക് വെച്ച് ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എന്നാലും ബബിൾസ് ഒന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പിസ്സ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 2 ഡോവും ഞാൻ ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം, ചിക്കൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ സോസേജും കുറച്ച് പച്ചക്കറികളുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കവും അതുപോലെ ഒലീവ്സും തക്കാളിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസാണ്. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നില്ല. ഇനി വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ എല്ലാ പിസ്സാൻ്റെ റെസിപ്പീസിലും ഈ ഒരു സോസിൻ്റെ റെസിപ്പി കൊടുക്കാറുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന പിസ്സ സോസിന്. അപ്പം എപ്പോഴും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പിസ്സക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഡോയിൽ പിസ്സ സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസിൻ്റെ ആ ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ മൊസറല്ല ചീസ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള
ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സോസേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ചിക്കൻ വെച്ചിട്ടുള്ള പിസ്സ ആൻഡ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സോസേജ് വെച്ചിട്ടുള്ള പിസ്സ റെസിപ്പി ചെയ്യുന്നത്. വെജിറ്റബിളും സോസേജും വെച്ചതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊസറല്ല ചീസിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിസ്സ ബേസ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് ബേക്കിംഗ് മോഡിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് തനി നാടൻ രീതിയിലുള്ള കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 4 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തത് 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പച്ചമുളക് കടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു പച്ചമണവും കാര്യമൊക്കെ മാറുന്നൊരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ചിക്കൻ മസാല, 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്, ഇവെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ മിക്സായി ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ ആ ഒരു മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചത്, അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നിൽ സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു മസാലയിലോട്ട് ചേർത്തിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ സ്മാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പൊട്ടാറ്റോ അധികം വെന്തുടയുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയി പോകും പൊട്ടാറ്റോ. അതുപോലെ നമ്മുടെ മാവും സോഫ്റ്റ് ആയി പോകും. അപ്പോൾ കട്ട്ലേറ്റിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുപോലെ ഉരുട്ടിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഭയങ്കര സോഫ്റ്റായി പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരു മസാല. അപ്പോൾ ഞാനിത് ഒരു സർക്കിൾ ഷേപ്പ് തന്നെയാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ നമുക്ക് ഒരു 30ഓളം കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആവശ്യമുള്ളത് ഫ്രൈ ചെയ്തെടുക്കുക, ആവശ്യം അല്ലാത്തത് നമുക്ക് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടായ ഓയിലിലോട്ട് നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു സമൂസൻ്റെ ഫില്ലിങ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 150 ഗ്രാം ചിക്കനിലോട്ട് 1 ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി തൈര് കട്ട തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്കൊരു പാനിലോട്ട് 1.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ 2 സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ കുക്കായിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ലപോലെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/3 കപ്പോളം ഓണിയൻ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു 1/3 കപ്പോളം ക്യാപ്സിക്കവും 1/3 കപ്പോളം ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടിക്കൊടുക്കാം. ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് സമയം ഒന്ന് അടിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒന്നുകിൽ ക്രീം ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചീസ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു അറബിക് സ്റ്റൈലിലുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് വെച്ചോ സ്പ്രിംഗ് റോൾ ഷീറ്റ് വെച്ചോ ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബാലൻസ് വന്നിട്ടുള്ള സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കോൺ രൂപത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ലീവ്സ് എടുത്തിട്ട് ഞാൻ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കോണാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സാധാ സമൂസാൻ്റെ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടി വെറുതെ ഒന്ന് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് മൈദൻ്റെ ഒരു മിക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു മൈദൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു മൈദൻ്റെ മിക്സ് ചേർത്തുകൊണ്ട് തന്നെ അതിൽ ആ ബ്രെഡ് ക്രംസ് ഒന്ന് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കോൺസും റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ 15 മിനി കോൺസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ചൂടായിട്ടുള്ള ഓയിലിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.